TRZ നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം മരടിൽ ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കിയ സ്ഥലത്ത് അമിക്കസ് ക്യൂറി പരിശോധന നടത്തി. രാവിലെ അമിക്കസ് ക്യൂറി ഗൗരവ് അഗർവാൾ മരട് നഗരസഭാ അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് സ്ഥലം സന്ദർശിച്ചത്. ഇവിടെ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധ്യമാണോ എന്നത് സംബന്ധിച്ച് പരിശോധന നടത്തി. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകാൻ അമിക്കസ് ക്യൂറിയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. 2020 ജനുവരിയിലാണ് ഹോളി ഫെയ്ത്ത് H2O ഫ്ളാറ്റ്, ഗോൾഡൻ കായലോരം, ജെയിൻ കോറൽ കോവ്, ആൽഫ സെറിൻ എന്നീ ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കിയത്. അതിനിടെ ഫ്ളാറ്റ് പൊളിച്ചത് സർക്കാരിന് പറ്റിയ പിഴവാണെന്നും 4ഇടത്തും പുതിയതായി ഫ്ളാറ്റ് പണിത് ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്നും മരട് നഗരസഭാ അധ്യക്ഷൻ ആന്റണി ആശാൻ പറമ്പിൽ ആവശ്യപ്പെട്ടു. ഇതന്ന് സർക്കാരിന് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ പിഴവാണ്. നഗരസഭയ്ക്ക് ഉണ്ടായിട്ടുള്ള തകർച്ചയെന്ന് പറയുന്ന ആ ഫ്ളാറ്റ് പൊളി കഴിഞ്ഞിട്ട് ഇപ്പോഴും അതിൽ നിന്ന് കരകയറാൻ പറ്റിയിട്ടില്ല. പുതിയൊരു വ്യവസായം, അത് ഇതുപോലെ സംരംഭകർ നഗരസഭയിലോട്ട് വരുന്നില്ല. അത് ആ തെറ്റായ സന്ദേശം നഗരസഭയ്ക്ക് മാറ്റണം. ഇത് കൃത്യമായി നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇവിടെ പുതിയതായി 4 സ്ഥലങ്ങളിൽ ഫ്ളാറ്റ് പണിയണമെന്നും അതിൻ്റെ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് നഗരസഭ പറയുന്നത്.